കല്യാണ കച്ചേരി. അനുപമ പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കുവാണ് കാർത്തി. അവൻ്റെ മൗനം ഭൂമിയെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്തായാലും മിസ്സിൻ്റെ നെറ്റിയിൽ നിന്ന് ബ്ലഡ് പോവുമല്ലേ, എത്രയും പെട്ടെന്ന് നമുക്ക് മിസ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. തോമസ് സാർ അത് പറഞ്ഞപ്പോഴേക്കും അനുപമ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ചെറുതായൊന്ന് ഉലഞ്ഞു തുടങ്ങി. പതിയെ കാർത്തിക്കിൻ്റെ അടുത്തേക്ക് വന്ന അനുപമ താഴേക്ക് വീഴാൻ പോകുന്നത് കണ്ടതും കാർത്തിക്കിൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചതും ഒരു വേള കൊണ്ട് കഴിഞ്ഞു. ആ കാഴ്ച കണ്ടതും ഭൂമിയിൽ വല്ലാത്തൊരു ദേഷ്യമുണർത്തി. അനുപമയും കയ്യിൽ താങ്ങിക്കൊണ്ട് കാറിനടുത്തേക്ക് നടക്കുന്ന കാർത്തിയെ അതേ ദേഷ്യത്തോടെ തന്നെ നോക്കി നിന്നു ഭൂമി. ഭൂമി, നീ ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്കുവാണ്? വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. മേലിൽ ഇങ്ങനെ ക്ലാസ് ടൈമിൽ ബുക്ക് വയ്ക്കാനൊന്നും പറഞ്ഞ് നടന്നേക്കരുത്, കേട്ടല്ലോ. തോമസ് സാർ ഒരു താക്കീതുപോലെ ഭൂമിയോടത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. കൺകോണിലെ അതേ നനവുമായാണ് അവൾ സുനിതയുടെ ക്ലാസ്സിലേക്ക് ചെന്ന് കയറിയത്. മേ കമ്മിങ് മാം? ക്ലാസ് തുടങ്ങിയിട്ട് 15 മിനിറ്റായല്ലോ. ഭൂമി ഇതുവരെ എവിടെയായിരുന്നു? മാം, ഞാൻ ലൈബ്രറിയിൽ ഒരു ബുക്ക് വയ്ക്കാനായിട്ട്. ഇത്രയും നേരം എടുക്കുമോ ലൈബ്രറി ബുക്ക് വയ്ക്കാൻ? ഇല്ല. പിന്നെ ഇത്തവണത്തേക്ക് ക്ഷമിക്കാമോ പ്ലീസ്? ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ഭൂമി. സുനിത മിസ് അത് പറഞ്ഞതും ഭൂമി ക്ലാസ് റൂമിനുള്ളിലേക്ക് കയറി. എന്താണ് ഇത്രയും താമസിച്ചേ? സുമയ്യായിരുന്നു ഭൂമിയോട് ചോദിച്ചത്. സുമി, ഞാൻ ലൈബ്രറി ബുക്ക് വയ്ക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്ത് പ്രശ്നം? ഭൂമി ശബ്ദം അടക്കി പിടിച്ച് കാര്യം പറയാൻ തുടങ്ങിയപ്പോഴേക്കും സുനിത മിസ് അത് കണ്ടിരുന്നു. സുമയ്യ ആൻഡ് ഭൂമി സ്റ്റാൻഡപ്പ്. മുഴുവൻ കുട്ടികളും ആ സമയം അവരെ തന്നെ നോക്കി. അവരിരുവരും മുഖം കുനിച്ചുകൊണ്ട് എഴുന്നേറ്റു. തോന്നുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി വരും, എന്നിട്ട് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുമോ അതുമില്ല. വർത്തമാനം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കാം. പഠിക്കാൻ വരുന്ന കുട്ടികളെ കൂടി ശല്യപ്പെടുത്താനായിട്ട്. ഗെറ്റ് ഔട്ട്. മിസ് പറയുകയായിരുന്നില്ല, അലറുകയായിരുന്നു. ബാഗും ബുക്കും എടുത്തുകൊണ്ട് രണ്ടുപേരും ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയും ഒരവർ കൂടിയുണ്ട് അവർക്ക്. ലാസ്റ്റ് അവർ, അത് കാർത്തിക്കിൻ്റെ ക്ലാസ്സാണ്. ഭൂമി സുമയും കൊണ്ട് നേരെ പോയത് ക്യാൻറ്റീനിലേക്കായിരുന്നു. ഇനിയെങ്കിലും പറയ് ഭൂമി, എന്താ പറ്റിയത്? നീ എന്തിനാ കരഞ്ഞത്? ലൈബ്രറിയുടെ മുൻപിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങളും കടുകിടവിടാതെ ഭൂമി സുമയ്യോട് പറഞ്ഞു. ഛേ, എന്ത് ചീപ്പ് പരിപാടിയാ മിസ് കാണിച്ചത്. എന്നിട്ട് കാർത്തിക് സാർ എന്തു പറഞ്ഞു? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. സാറ് മിസ്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. നിനക്കെതിരെ അവിടെ സാക്ഷി പറഞ്ഞ കുട്ടികൾ അതാരാണ്? ജൂനിയേഴ്സാണ്, അനുപമ മിസ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട്. കോളേജ് വിടുമ്പോൾ നമുക്ക് അവരെ പോയി ഒന്ന് കാണാം. കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് തന്നെ സംസാരിക്കണം. സുമി അങ്ങനെ പറഞ്ഞെങ്കിലും ഭൂമി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കൈയും കാലും വിറിച്ചിട്ട് വയ്യ. സുമി, നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം? എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോന്നെ? തൽക്കാലം നീ ഒന്നും ആലോചിക്കണ്ട, എല്ലാം ശരിയാകും. സുമയെ ഭൂമിയെ ആശ്വസിപ്പിച്ചു. ലാസ്റ്റ് അവർ കാർത്തിക് സാറിൻ്റേതല്ലേ, സാറിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? അതുകൊള്ളാം, വീട്ടിൽ പോയാലും നീ ആ മുഖം തന്നെയല്ലേ കാണേണ്ടത്? സുമയുടെ ചോദ്യത്തിന് ഭൂമി മറുപടിയൊന്നും പറഞ്ഞില്ല. കുറേ നേരം ക്യാൻറ്റീനിൽ ഇരുന്ന ശേഷം ഭൂമിയും സുമയും തിരികെ ക്ലാസ്സിലേക്ക് പോയി. സുമിയും ഭൂമിയും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന നേരത്താണ് കാർത്തി ക്ലാസ്സിലേക്ക് വന്നത്. അവൻ പ്രത്യേകിച്ചൊന്നും അറിയാത്ത പോലെ തന്നെ ബുക്കെടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. ഭൂമിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കാർത്തിക്കിനെ തേടി ചെല്ലുന്നുണ്ടെങ്കിലും അറിയാതെ പോലും അവൻ്റെ ഒരു നോട്ടം അവളിലേക്ക് എത്തിയില്ല. എന്തിനൊക്കെയോ വേണ്ടി അവളുടെ മനസ്സ് വേദനിച്ചു. സാറ് പോലും തന്നെ വിശ്വസിച്ചില്ല. കണ്ണ് നിറയും പോലെ തോന്നിയപ്പോൾ അവൾ മുഖം ബുക്കിലേക്ക് പൂഴ്ത്തി വെച്ചു. പ്രത്യക്ഷത്തിൽ ഭൂമിയെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഒരു കണ്ണാലെ അവളുടെ ഈ വക പ്രവൃത്തികളെല്ലാം അവനും കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെല്ലാം മറ്റു കുട്ടികളെ നോക്കുമ്പോൾ അവൻ്റെ മിഴികൾ അവളെ തേടി വന്നു. പാവം പെണ്ണ് അതൊന്നും അറിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ ക്ലാസ് കഴിഞ്ഞതും ഭൂമി സുമയോടായി ചെവിയിൽ പറഞ്ഞു, എന്തായാലും കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് കാരണം ഒരാഴ്ചത്തേക്ക് ട്യൂഷനില്ലെന്ന് നീ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. നീ പ്രാക്ടീസിന് നിൽക്കുന്നില്ലേ ഭൂമി? ഉണ്ട്.
ഇനി പ്രാക്ടീസിന് കൂടി നിന്നില്ലെങ്കിൽ ദേവ് സാറിൻ്റെ വായിലിരിക്കുന്ന കൂടി ഞാൻ കേൾക്കേണ്ടി വരും. എങ്കിൽ നമുക്ക് ആദ്യം പോയി ആ പിള്ളേരെ കാണാം. എന്തിനാ കള്ളം പറഞ്ഞെന്നറിയണമല്ലോ. സുമി അത് പറഞ്ഞതും അത് ശരിവെച്ചതുപോലെ ഭൂമി തലകുലുക്കിക്കൊണ്ട് ഒന്ന് മൂളി. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരും ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കാർത്തിക് ക്ലാസ്സിൽ തന്നെ നിന്നു. ഭൂമിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ബാഗും എടുത്ത് വേഗം സുമയ്ക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഭൂമി അവിടെ നിന്നേ. കനത്തു പോയിരുന്നു കാർത്തിയുടെ ശബ്ദം. എന്താ സർ? കാർത്തിക്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഭൂമി ചോദിച്ചു. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ പോകുന്നത്? അതെനിക്ക് കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. എപ്പോൾ കഴിയും? ഒരു 1 അവർ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എടുത്തടിച്ചതുപോലെ ഭൂമി പറഞ്ഞു കഴിഞ്ഞു. സർ, എന്നെ രാവിലെ ഒപ്പം കൊണ്ടുവരാനും വൈകിട്ട് തിരികെ കൊണ്ടുപോകുമ്പോൾ ഒപ്പം കൂട്ടാനുമൊക്കെ ഇത്ര ഉത്സാഹം സാറ് കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിനക്കെന്തറിയാം? അവന് ദേഷ്യം വന്നു. സഹതാപം, വെറും സഹതാപം. അതൊന്നുകൊണ്ട് മാത്രമാണ്. ഇനി എനിക്ക് ആരുടെയും സഹതാപവും സ്നേഹവും ഒന്നും വേണ്ട. വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. 1-2 കുട്ടികൾ ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് വാതിൽക്ക തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ ആ സംസാരം കാർത്തിയിലും അല്പം ദേഷ്യം പടർത്തി. അവൻ ദേഷ്യത്തിൽ ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. നീ എന്തിനാ ഭൂമി സാറിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? പാവം സാറ് മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നു. നീയും എന്നെ കുറ്റപ്പെടുത്തുവാണോ സുമി? സാർ എന്നോട് സഹതാപത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന ഈ പരിഗണനയിൽ എനിക്ക് സ്വയം ശ്വാസം മുട്ടും പോലെയാണ് തോന്നുന്നത്. ആ മനസ്സിലൊരു സ്ഥാനം എനിക്കായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചേനെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്. ചിലപ്പോൾ സാറ് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോകുന്ന വഴിക്ക് ആ മിസ്സ് കുറേയേറെ കള്ളത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം വിശ്വസിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയാവും നിന്നെ ഒപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അതൊക്കെ പോട്ടെ പെണ്ണി, നമുക്ക് എന്തേലും ചെയ്യാം. നമുക്ക് തൽക്കാലം ആ പിള്ളേർ പോകുന്നതിന് മുമ്പേ ക്ലാസ്സിൽ പോയി അവരെ പിടിക്കാം. ഭൂമിയും സുമയും ജൂനിയേഴ്സിൻ്റെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു എന്നല്ല, ഓടിയെന്ന് തന്നെ വേണം പറയാൻ. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ കണ്ണുകൾ ആ 2 കുട്ടികളെ 4 പാടും പരതി. സുമി, ദാ ആ നിൽക്കുന്നവരാണ്. ഭൂമി കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് സുമിയുടെ കണ്ണുകൾ നീണ്ടു. തണലുള്ള ഒരു മരച്ചുവട്ടിൽ 2-3-4 കുട്ടികൾക്കൊപ്പം വട്ടം കൂടി നിന്ന് എന്തോ സംസാരിക്കുകയാണവർ. ഭൂമിയും സുമയും നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഭൂമിയെ കൺമുമ്പിൽ കണ്ടതും ആ കുട്ടികൾ ചെറുതായി ഒന്ന് വിറച്ചു. നിങ്ങളുടെ പേരെന്തുവാ? അവരെ നോക്കി ഭൂമി ചോദിച്ചു. ഞാൻ ആദിത്യ, ഇത് നിധി. കൂട്ടത്തിൽ ഇത്തിരി സാമർത്ഥ്യക്കാരിയും തോന്നുന്നവൾ പറഞ്ഞു. ആദിത്യ എന്തിനാണ് മിസ്സിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ആദിത്യ ചോദിച്ചു. ഉച്ചയ്ക്ക് ലൈബ്രറിയുടെ മുൻപിൽ വെച്ച് അനുപമ മിസ്സിനെ ഞാൻ തള്ളി താഴെയിട്ടു എന്ന് എന്തിനാണ് ആദിത്യ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കള്ളം പറഞ്ഞത്? ചേച്ചി, ദേ വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ ചേച്ചി മിസ്സിനെ തള്ളി താഴെയിടുന്നത്. ദേ കുട്ടി കള്ളം പറയരുത്. ഭൂമി കൈ ചൂണ്ടിക്കൊണ്ട് അവൾക്ക് നേരെ നടക്കുമ്പോഴേക്കും കൂടെ നിന്ന കുട്ടികൾ ഓരോരുത്തരും അവർക്കടുത്തേക്ക് വന്നു. വട്ടത്തിൽ ചുറ്റും നിന്ന് കാഴ്ച കാണുന്നവരെ പോലെ എല്ലാവരും നോക്കി നിന്നു. ചേച്ചി മാറ, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. നിങ്ങൾ വീട്ടിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയണം. ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല, കണ്ട കാര്യം പറഞ്ഞു. അത് 100% സത്യമാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോഴേക്കും കുട്ടികളിൽ ആരൊക്കെയോ പോയി സ്റ്റാഫ് റൂമിൽ അറിയിച്ച് 1-2 ടീച്ചേഴ്സ് അവിടേക്ക് വന്നു. അവർക്കൊപ്പം കാർത്തിയുമുണ്ട്. വീണ്ടും കാർത്തിക്കിനെ അവിടെ കണ്ടതോടെ ഭൂമിയുടെ മുഖം മാറി. ഇത്തവണ ഉച്ചയ്ക്ക് കണ്ടതുപോലെ ആയിരുന്നില്ല. അവന് നന്നായി ദേഷ്യം വന്നിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. മുഖമൊക്കെ നന്നേ ചുവന്ന് പേശികൾ വലിഞ്ഞു മുറുകി. ഭൂമി കാർത്തിക്കിൻ്റെ ഭാര്യയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒപ്പം വന്ന സാർമാർ കാർത്തിയെ നോക്കി. കാര്യം മനസ്സിലായതുപോലെ കാർത്തി ഭൂമിയുടെ അടുത്തേക്ക് ചെന്നു. ഭൂമി, വീണ്ടും എന്താ ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ സാർ, ഈ കുട്ടികൾ കള്ളം പറയുന്നതാണെന്ന്. എന്തുമായിക്കോട്ടെ, അതിനെന്താണ് ഈ കുട്ടികളെ ഇങ്ങനെ നീ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നത്? സർ,
ഞാൻ ഇവരെ തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല. എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് മാത്രമേ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അതിലെ നിധി എന്ന് പറയുന്ന കുട്ടി കരയാൻ തുടങ്ങി. അതുകൂടി കണ്ടതോടെ കാർത്തിക്കിൻ്റെ കയ്യ് ഭൂമിയുടെ കൈത്തണ്ടയിൽ മുറുകി. നിങ്ങൾ കരയാതിരിക്കൂ, എന്താ ഉണ്ടായതെന്ന് പറയൂ, സാർമാരൊരു ആ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി കാര്യങ്ങളെല്ലാം സാർമാരോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കാർത്തിക്കിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് റൂമിൽ പോയി നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. അത്രയും ആ കുട്ടികളോടായി പറഞ്ഞ ശേഷം ഭൂമിയെയും വലിച്ചുകൊണ്ട് കാർത്തിക് കുട്ടികൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു. കാർത്തിക്കിൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന ശേഷമാണ് അവൻ ആ പിടിവിട്ടത്. ഇനി ഞാൻ എടുത്തു കയറ്റണോ ഇതിനകത്തേക്ക്? കാർത്തിക് കാറിൽ കയറി ഇരുന്നിട്ടും കയറാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഭൂമിയെ നോക്കി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. പ്രാക്ടീസ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. മര്യാദയ്ക്ക് കയറിക്കോണം കാറിൽ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്ന കാർത്തി ഇറങ്ങി. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് ഡോർ തുറന്ന് ബലമായി ഭൂമിയെ ഫ്രണ്ടിലേക്ക് ഇരുത്തി ശേഷം ഡോറടച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാഴ്ചക്കാരെ പോലെ അത് നോക്കി നിൽക്കുകയാണ് സുമിയും മറ്റു കുട്ടികളും. കാർത്തിയുടെ കാറ് ഏറെ ദൂരം മുന്നോട്ട് പോയെങ്കിലും ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കാർത്തിക്കിൻ്റെ മുഖം നല്ല ദേഷ്യത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭൂമി ഇടങ്കണ്ണിട്ട് കാർത്തിക്കിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് ഇന്നോളം കാണാത്ത തരത്തിൽ ഒരു ദേഷ്യം. അവൾക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഭൂമി ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു. ഭൂമിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ വന്നിട്ട് എന്നോട് സാവധാനം പറയണമായിരുന്നു. അല്ലാതെ കുട്ടികളെ തടഞ്ഞു നിർത്തി ചോദിക്കുകയെന്ന് വെച്ചാൽ സാറുമാരുടെ മുമ്പിൽ എൻ്റെ വില കൂടി നീ കളഞ്ഞില്ലേ? പെട്ടെന്നത് കാർത്തി പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ഭൂമി ചിന്തിച്ചത് പോലും. വെറും ഒരു എടുത്തുചാട്ടത്തിൻ്റെ അടുത്ത് ചാടി ഇറങ്ങിപ്പോയതാണ്. പക്ഷേ താൻ അങ്ങനെയൊക്കെ അവിടെ വെച്ച് പെരുമാറിയാൽ കാർത്തിക്കിന് അതിമൂലം ഉണ്ടാകുന്ന നാണക്കേടിനെപ്പറ്റി അവൾ ആ സമയം ഓർത്തതുപോലും ഇല്ലായിരുന്നു. സർ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് സാവധാനം നടന്ന കാര്യങ്ങൾ എന്നോട് പറയണമായിരുന്നു. കാർത്തി അത് പറഞ്ഞതും ഭൂമിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും കാർത്തിക്കിൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. അവൾ കരയുന്ന കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലൊരു വിഷമം പോലെ. ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം? എനിക്കറിയാം, സാറിന് മിസ്സിനെ ഇഷ്ടമായതുകൊണ്ടാണ്. സാർ ഒരിക്കലും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. മിസ്സ് പറയുന്നത് മാത്രമേ സാറ് കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികളുടെ കൂടെ പോയി അവരെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചത്. അതെന്തായാലും നല്ല ഐഡിയ ആയി അല്ലേടോ? കുട്ടികളും കുറച്ച് സാർമാരും മാത്രം അറിഞ്ഞ വിഷയം ഇതിപ്പോൾ കോളേജിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഭൂമി ഒന്നും മിണ്ടിയില്ല. കാർത്തി തുടരെ തുടരെ വഴക്ക് പറഞ്ഞതും ഭൂമിക്ക് ചെറുതായി ഉള്ളിൽ ഒരു പരിഭവം നിറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ആ കുട്ടികളോട് പോയി സംസാരിക്കാൻ മുതിർന്നത്. ഞാനിപ്പോൾ തെറ്റിദ്ധരിച്ചാൽ ഭൂമിക്കെന്താ? എന്തായാലും 1 വർഷം കഴിയുമ്പോൾ വേർപിരിയേണ്ടവരല്ലേ നമ്മൾ? അത് പറഞ്ഞ ശേഷം ഭൂമിയുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു കാർത്തി. അവൾക്ക് ചെറുതായി ചുണ്ടു വിറയ്ക്കുന്നുണ്ട്. സമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്നതുപോലെ അവൾ കൈവിരലുകൾ കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഈ ഭാവങ്ങളൊക്കെ ആദ്യമായി കാണുന്നതുകൊണ്ട് ചെറുതായി ചിരി വരുന്നുണ്ടായിരുന്നു കാർത്തിക്കിന്. ചുണ്ടോളം വരെ എത്തിയ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പിന്നെയും അവളെ തന്നെ നോക്കി നിന്നു. ഭൂമി, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? 1 വർഷം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞാലും ഇല്ലേലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗത്ത് സത്യം തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവർ തന്നെത്താൻ വീണതാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പിന്നെ അവരുടെ സ്വഭാവം അതറിഞ്ഞു വെച്ചിട്ടും അവർക്കടുത്തേക്ക് പോയി അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത്രയും പറഞ്ഞ ശേഷം ഇനി ഒന്നും പറയാനില്ലാത്തതുപോലെ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് തല ചാരിയിരുന്ന ഭൂമി വീണ്ടും ഓരോന്നൊക്കെ കുത്തി കുത്തി പറഞ്ഞ് അവളുടെ മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് കാർത്തി പിന്നീട് ഒന്നും പറഞ്ഞില്ല. തുടർന്നുള്ള യാത്രയിൽ കാർത്തിക്കിന് മനസ്സിൽ ചില സംശയങ്ങൾ പൊട്ടിമുളിച്ചിരുന്നു. അനുപമ വീണ സമയത്ത് തന്നെ കാർത്തിക്കിന് തോന്നിയിരുന്നു
താൻ അറിയാതെ അവിടെ മറ്റെന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. ഭൂമിയെ താൻ നേരിട്ട് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂവെങ്കിലും അവൾ കള്ളം പറയില്ല എന്നൊരു വിശ്വാസം അവനുണ്ട്. ഭൂമി കള്ളം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും കള്ളം പറയുന്നത്? അനുപമയാണോ? കാർത്തിക് അത് മനസ്സിൽ സ്വയം ചോദിച്ചു. കാർത്തിക്കിൻ്റെ കാറ് അവരുടെ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ കുറച്ചധികം പദ്ധതികളുണ്ടായിരുന്നു. എന്നാൽ കാർത്തിയും ഭൂമിയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മറ്റാരുമായിരുന്നില്ലത്, കാർത്തിക്കിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ. അകത്തേക്ക് നടക്കുകയാണ് ഭൂമിയും കാർത്തിയും. ആ സമയം തന്നെയാണ് ഹോളിലിരിക്കുന്ന ബാലചന്ദ്രൻ അവരെ കണ്ട് എഴുന്നേറ്റത്. പെട്ടെന്ന് ബാലേന്ദ്രനെ അവിടെ കണ്ടപ്പോൾ ഭൂമി ഒന്ന് ചെറുതായി പകച്ചുപോയി. എങ്കിലും സുഭദ്രയ്ക്കൊപ്പം നിൽക്കുന്ന അയാളെ ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കി. കാർത്തിയാണെങ്കിൽ ബാലേന്ദ്രനെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പുണർന്നു. അച്ഛൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താണിപ്പോൾ പെട്ടെന്ന്? അത് കൊള്ളാം, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി 2 ദിവസം മുൻപേ ഞാനിങ്ങി പോന്നു. സ്വന്തം മകൻ്റെ കല്യാണത്തിന് പോലും വരാൻ കഴിഞ്ഞില്ല. ഇനി അതേക്കുറിച്ച് പറയണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുഭദ്രയാണ്. ഞങ്ങൾക്കറിയാവുന്നതല്ലേ അച്ഛൻ്റെ തിരക്കുകളൊക്കെ. കാർത്തി അത് പറയുന്നതും സുഭദ്ര അത് കേട്ടുകൊണ്ട് പുഞ്ചിരി തൂകി നിൽക്കുന്നതും ഇത്തിരി മാറി നിന്ന് ഭൂമി നോക്കി. മോളെ, എന്താ മാറി നിൽക്കുന്നേ? ബാലേന്ദ്രൻ ഭൂമിയോട് ചോദിച്ചു. ബാലേട്ടനെ ആദ്യേ കാണൂല്ലേ, അതുകൊണ്ടാവും അല്ലേ മോളെ? ഇവിടെയും ഭൂമിക്ക് സപ്പോർട്ടുമായി സുഭദ്ര വന്നു. തൻ്റെ അമ്മയ്ക്ക് ഭൂമിയോടുള്ള സ്നേഹം അത് നോക്കി കാണുകയായിരുന്നു കാർത്തി. മോളുടെ മുഖം എന്താ വല്ലാണ്ട്? ഭൂമിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് സുഭദ്ര ചോദിച്ചു. ഭൂമിയുടെ നോട്ടം പോയത് കാർത്തിക്കിലേക്കാണ്. അത് കണ്ടുകൊണ്ട് തന്നെ സുഭദ്ര വീണ്ടും ചോദിച്ചു. കാർത്തി മോളെ വഴക്കെന്തേലും പറഞ്ഞോ? ഇല്ലമ്മേ. പിന്നെന്താ മോളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അതെനിക്ക് ചെറിയൊരു തലവേദനയുണ്ടായിരുന്നു, അതിൻ്റെ ആവും. ശോ, നല്ല വേദനയുണ്ടോ? സുഭദ്രയുടെ മുഖത്ത് ആകുലത പടർന്നു. കുഴപ്പമില്ലമ്മേ, ഒന്ന് കിടന്നാൽ ചിലപ്പോൾ ശരിയാകും. എങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, ചായ കുടിച്ചിട്ട് കുറച്ച് സമയം കിടക്ക്. സുഭദ്ര അതും പറഞ്ഞ് ഒരു കപ്പ് ചായ എടുത്ത് ഭൂമിക്ക് പകർന്നു കൊടുത്തു, ഒപ്പം കാർത്തിക്കിനും. അമ്മയും അച്ഛനും ചായ കുടിച്ചോ? ചായ കുടിക്കാൻ തുടങ്ങും മുമ്പ് സുഭദ്രയോടായി ഭൂമി ചോദിച്ചു. നിങ്ങളെ കാത്ത് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇരുന്നു, പിന്നെയും കാണാണ്ടായപ്പോഴേ ഞങ്ങളതങ്ങ് കുടിച്ചു. അതിന് മറുപടിയായി ഭൂമി ഒന്ന് ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമി മുകളിലേക്ക് കയറിപ്പോയി. ഒന്ന് ഫ്രഷായി വരുമ്പോൾ സുമയുടെ കുറച്ചധികം ഫോൺ കോളുകൾ ഭൂമി അവളുടെ ഫോണിൽ കണ്ടു. പെട്ടെന്ന് ഭൂമി സുമയെ തിരിച്ചു വിളിച്ചു. എന്താ സുമി നീ വിളിച്ചത്? ഒന്നുമില്ല ഭൂമി, ഞാൻ വെറുതെ വിളിച്ചതാണ്. കാർത്തിക് സാർ നിന്നെ വഴക്കെന്തേലും പറഞ്ഞോ? ഇല്ല. ഭാഗ്യം. സിനിമ സ്റ്റൈലിനെ നിന്റെ കയ്യിൽ പിടിച്ചിവിടുന്ന് പോയപ്പോൾ ഞാൻ ഓർത്തു വീട്ടിൽ കൊണ്ടുവന്ന് നിന്നെ ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോഴാണ് ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട് ഭൂമി കേട്ടത്. സുമി, ഞാൻ പിന്നെ വിളിക്കാം, പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഡി. ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഭൂമി നേരെ പോയി റൂമിൻ്റെ ഡോർ തുറന്നു. കാർത്തിക്കിനെ കൺമുമ്പിൽ കണ്ടതും അറിയാതെ അവൾ ഉമിനീരിറക്കി. സാർ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഭൂമി വാതിൽക്ക് നിന്നും മാറാതെ തല മാത്രം വെളിയിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. ഇതെൻ്റെ വീടല്ലേ, ഭൂമി എൻ്റെ ഭാര്യയല്ലേ? തിരിച്ചൊരു ചോദ്യം കാർത്തിക് അവളോട് ചോദിച്ചു. അതിന്? ഭൂമിക്ക് അവളുടെ ശബ്ദത്തിൽ ഒരു വിക്കൽ കലർന്നു. അതിനൊന്നുമില്ല, ഞാൻ ക്ലാസ്സിൽ വെച്ച് ഭൂമിയോടൊരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ? ഒരു നിമിഷം തന്നെ അവളത് ഓർത്തെടുത്തു. പക്ഷേ ആ സമയം കാർത്തിക്കിനെ ഒന്ന് കളിപ്പിക്കാനാണ് ഭൂമിക്ക് തോന്നിയത്. എന്ത് കാര്യം? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഓർമ്മയില്ലെങ്കിൽ ഭൂമി ഡോർ തുറക്ക്, ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. അവൾ ചാരിപ്പിടിച്ച ഡോറിൽ ഒന്ന് ശക്തമായി തള്ളിക്കൊണ്ട് കാർത്തി പറഞ്ഞു. അവൻ്റെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവൾക്കായില്ല. ഡോർ തുറന്ന് കാർത്തി അകത്തേക്ക് കയറി. കാർത്തി ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഭൂമി അവനെ നോക്കിക്കൊണ്ട് പിന്നോട്ട് നടന്നു. കാർത്തിയാണെങ്കിൽ ഇതുവരെയായിട്ടും കോളേജിൽ നിന്ന് വന്ന വേഷം പോലും മാറിയിട്ടില്ല. ഷർട്ടിൻ്റെ മുകളിലെ തുറന്നിട്ട 2 ബട്ടണുകൾക്കിടയിലൂടി
തെളിഞ്ഞു കാണുന്ന അവൻ്റെ നെഞ്ചും നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമാലയും നന്നേ വെളുത്തി അവൻ്റെ ദേഹവും അവനടുത്തേക്ക് വരുമ്പോഴുള്ള ആ പ്രത്യേക സുഗന്ധവും ഭൂമിയെ വേറെ ഏതോ ലോകത്തു കൊണ്ടെത്തിച്ചു. പിന്നോട്ട് നടന്ന് നടന്ന് ഭിത്തിയിൽ ചെന്ന് തട്ടി നിന്നപ്പോഴായിരുന്നു അവൾക്കും ഓർമ്മ വന്നത്. ഇത്ര നേരവും താൻ കാർത്തിക്കിനെ കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കുമായിരുന്നുവെന്ന്. എൻ്റെ ഭംഗി ആസ്വദിച്ചു കഴിഞ്ഞോ? കാറ്റുപോലെ കാർത്തിക്കിൻ്റെ സ്വരം തൻ്റെ കാതിൽ പതിഞ്ഞതും കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞ ഭൂമി. അടഞ്ഞുപോയ അവളുടെ കണ്ണുകൾക്ക് മുകളിലേക്ക് കാർത്തി മെല്ലെയൊന്ന് ഊതി. ഭൂമി കണ്ണുകൾ കൂടുതൽ ശക്തിയിൽ ഇറുക്കി അടച്ചു. കാർത്തി കണ്ണുകൊണ്ട് അവളുടെ മുഖം മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു. വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന നീണ്ടു മെലിഞ്ഞ കഴുത്തും അതിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന നൂല് പോലെയുള്ളൊരു മാലയും. അവളുടെ കഴുത്തിൻ്റെ ഒരു വശത്ത് തെളിഞ്ഞു കണ്ട കറുത്ത മറുകിൽ ഒന്ന് ചുണ്ടു ചേർക്കാൻ അവന് തോന്നിപ്പോയി. എന്തോ ഒന്ന് അവനെ അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ. എപ്പോഴോ തോന്നിയൊരു ഉൾപ്രേരണയിൽ അവൻ്റെ ചുണ്ടുകൾ അവിടേക്ക് ചേർന്നു. കാർത്തികിൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞതും ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു ഭൂമി. അവനെ കൈയുയർത്തി തടയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ നാവ് അവിടെ കളം വരച്ചു തുടങ്ങിയിരുന്നു. തുറന്നുപോയ ഭൂമിയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. അവളുടെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് വീണ്ടും അവനൊരു മുത്തം കൊടുത്തതും ഭൂമിയുടെ നെഞ്ചിടിപ്പ് പോലും വർദ്ധിച്ചു. അവളുടെ ശ്വാസതാളം കേട്ടുകൊണ്ട് കാർത്തി തൻ്റെ മുഖം അല്പം കൂടി താഴേക്ക് മാറ്റി. അവളുടെ മൃദുലതകളിൽ അവൻ്റെ മുഖം ഒന്നമരാൻ വെമ്പി നിന്നു. തുടരും. എൻ്റെ കഥയ്ക്ക് തരുന്ന സപ്പോർട്ട് 1000 നന്ദി ഞാൻ ഓരോരുത്തരോടും പറയുകയാണേ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ വൈകുന്നേരം ഒരു പാർട്ട് കൂടി തരാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ.